മലയാള സിനിമ മലയാള സിനിമയിൽ എപ്പോഴും കണക്കുകൾ വെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 100 കോടി എന്നുള്ളതാണ് ബെഞ്ച് മാർക്ക്. 100 കോടി കഴിഞ്ഞ് 200 കോടി കഴിഞ്ഞ് ഇപ്പോൾ 300 കോടിയിൽ എത്തിയിരിക്കുകയാണ് മലയാള സിനിമ. 300 കോടി ലോക കല്യാണി പ്രിയദർശൻ വരെ നേടി. ഇതുവരെയും നേടാത്ത ജയസൂര്യയും ആ സ്ഥാനത്ത് നേടി. വെറും 5 ദിവസം കൊണ്ട് ആട് 3 100 കോടി കവർ ചെയ്തു. ഇനിയും പ്രധാനപ്പെട്ട ഒരു നടൻ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മഹാനടൻ എന്ന് പറയുന്നത് മമ്മൂട്ടി, ഇതുവരെ 100 കോടി നേടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ. വീണ്ടും എല്ലാ വട്ടവും അങ്ങനെയാണ്. 100 കോടിയുടെ വരുമ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പെട്ടെന്ന് എടുത്തിട്ട്, കാരണം ഇത്രയും വലിയൊരു താരം, മെഗാ സ്റ്റാർ എന്ന് പറയുന്ന ഒരാൾ ഇതുവരെ 100 കോടി നേടിയിട്ടില്ല. നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യം, അദ്ദേഹം 2020 മുതൽ, നേരത്തെ അദ്ദേഹം അതിഗംഭീര കഥാപാത്രങ്ങളുണ്ട്, 2020 മുതൽ ഈ 6 വർഷം എടുക്കുകയാണെങ്കിൽ ലോക സിനിമയിൽ ഇന്ത്യൻ സിനിമയുടെ പ്രമേയം ഉൾപ്പെടെ, കാതൽ ഉൾപ്പെടെ, നൻപകൽ നേരത്ത് മയക്കം ഉൾപ്പെടെ, റോഷാക്ക് പോലും ആരും ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്ത് ലോകത്തെ മലയാള സിനിമയെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു മലയാളത്തിൽ നിന്നുള്ള ആക്ടറാണെന്ന് തെളിയിക്കുകയും മലയാള സിനിമയെ ലോകത്തിന് മുമ്പിൽ അഭിമാനപൂർവ്വം പ്രസൻറ്റ് ചെയ്തൊരു നടനും മമ്മൂട്ടി തന്നെയാണ്. പക്ഷേ ഈ മമ്മൂട്ടിക്ക് ഈ പഴി കേൾക്കേണ്ടി വരുന്നത്, ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും മമ്മൂട്ടിയുടെ സിനിമ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ ഗംഭീര സിനിമയായിരുന്നു. ടർബോ നോക്കണ്ട, ഭീഷ്മർ, ഈ 2 സിനിമയൊക്കെ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ നല്ല രീതിയിൽ റിലീസിങ്ങും കാര്യങ്ങളെല്ലാം ഗംഭീരമായി ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ 100 കോടി അന്നേ കവർ ചെയ്തേനെ. ഈ വർഷം എനിക്കൊന്ന് മമ്മൂട്ടിക്ക് വളരെയധികം ചാൻസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നിതീഷ്, പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ, പാട്രിയോട്ട് മമ്മൂട്ടി മോഹൻലാൽ വാഴേണ്ട അതങ്ങ് വിട്ടേരെ. നിതീഷ് സഹദേവൻ്റെ പടവും ഖാലിദ് റഹ്മാൻ്റെ സിനിമയൊക്കെ ഒരു പക്ഷേ 100 കോടിയോ 200 കോടിയോ ഒക്കെ കയറാൻ സാധ്യതയുള്ള സിനിമയാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ, അതാണ് അതിനകത്തൊരു മെയിൻ പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് മാർക്കറ്റ് ചെയ്താൽ മോഹൻലാലിൻ്റെ കൂട്ട് അഗ്രഗണ്യനാണ്. കാരണം ആന്റണി പെരുമാൾ എന്ന് പറയുന്നത് അഗ്രഗണ്യനാണ് മാർക്കറ്റിംഗ്. പോട്ടെ, നസലിൻ്റെ പടങ്ങൾ പോലും മാർക്കറ്റ് ചെയ്യുന്ന മമ്മൂട്ടിയുടെ 10 ഇരട്ടിയാണ്. അന്നേരം 100 കോടി എന്നുള്ളത് ഒരു പക്ഷേ 2024 മമ്മൂട്ടി 1-2 ചിത്രങ്ങളോടുകൂടി 100 200 നേടുമെന്നുള്ള പ്രതീക്ഷ മമ്മൂട്ടി ആരാധകർക്കുണ്ട്. അതോടുകൂടി ഇതിനുള്ള വിമർശനങ്ങൾക്കെല്ലാം അറുതി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ജയസൂര്യ ഐശ്വര്യമായിട്ട് 100 കോടി കയറി. ഇനി 100 കോടി കയറാനുള്ള ജയസൂര്യ പടങ്ങളും വരുന്നുണ്ട്. അടിപൊളി. കത്തനാരൊക്കെ ഗംഭീര സിനിമയാണെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല കളക്ഷൻ. അന്നേരം ജയസൂര്യക്ക് കൈയടിക്കാം. 100 കോടി എന്നത് മാത്രമല്ല ഒരു ബെഞ്ച് മാർക്ക്, മികച്ച ലോകോത്തര സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ്. അവിടെ മമ്മൂട്ടിക്ക് നമുക്ക് കൈയടിക്കാം.